എപ്പോഴാണ് ദജ്ജാൽ വരിക, എപ്പോഴാണ് ലോകാവസാനം സംഭവിക്കുക? ഒരുപാട് ചില സൂചനകൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ വിഷയത്തിലേക്ക് കടക്കാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കാതെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. അപ്പോ നിങ്ങൾ കുറെ കാലമായില്ല പറയാൻ തുടങ്ങിയിട്ട്, ഞങ്ങൾക്ക് എന്തുണ്ട്? ഒരു ഖിയാമത്ത് നാളുണ്ട്, ഒരു ലോകാവസാനമുണ്ട്, എന്നാൽ അതൊന്ന് കാണിച്ചു തരൂ എന്ന് നബി തങ്ങളോട് പറയുകയാണ്. അങ്ങനെ ഒരു ഖിയാമത്ത് നാൾ നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളത് കാത്തിരിക്കാനൊന്നുമില്ല. ഇല്ലാ സൈഹ, അതൊരു അട്ടഹാസമാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഒരു ഊത്താണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം ചുണ്ടത്ത് കാഹളം വെച്ചിരിക്കുകയാണ്. ഇസ്രാഫീൽ കാഹളം അവിടെ വെച്ചിട്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാം അവിടെ ഉറങ്ങല്ല, വിശ്രമിക്കുകയല്ല. അള്ളാഹു ഇപ്പൊ പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും പിന്താതെ ഊതണം. അതിനു വേണ്ടിയിട്ട് വർഷങ്ങളായി കാഹളം ചുണ്ടത്തോട് അടുപ്പിച്ചു പിടിച്ചിരിക്കുകയാണെന്ന്. ഒരു അങ്ങോട്ടുമല്ല, ചുണ്ടിൽ പിടിച്ചിരിക്കുകയാണ് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് വരെ അറിയാം ഒരുപക്ഷെ ഇപ്പോഴൊന്നും ഖിയാമത്ത് നാൾ ഉണ്ടാവൂല. എന്നാലും ഇപ്പൊ പറഞ്ഞാലോ, ഇപ്പൊ ഊതണം, ഒരു സെക്കൻഡ് പിന്താൻ പാടില്ല. ഇല്ലാ സ്വൈഹതൻ വാഹിദ, ആ ഒരു ഊത്തോടുകൂടി ലോകം തകിടം മറിയുകയാണ്. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് അടുക്കുന്നത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞാൽ ലോകം പ്രകമ്പനം കൊണ്ട് വിറച്ചുകൊണ്ട് ഭൂമി കുലുക്കമുണ്ടായി തകിടം മറിയുകയാണ്. ഭൂമി ഒന്നാകെ തകിടം മറിയും. പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാളിന്റെ രംഗങ്ങൾ നമ്മൾക്ക് വളരെ വ്യക്തമായി വിശദീകരിച്ചു തരുന്നുണ്ട്. ഒരുപാട് ആയത്തുകളിലായി വിശദീകരിച്ചു തരുന്നുണ്ട്. يوم ترونها تذهل كل مرضعة عما أرضعت يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم. ജനങ്ങളെ, അല്ലാഹുവിനെ പേടിക്കണം. നിങ്ങൾ കളികളെല്ലാം നിർത്തിവെക്കണം. ബാദിറൂ ബിൽ അഅമാൽ, കളിക്കേണ്ട സമയം കഴിഞ്ഞു. കളിയിൽ നിന്ന്, ആഭാസങ്ങളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. സമയമായിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ തന്നെ എല്ലാരും കാണാൻ നമ്മൾക്ക് പറ്റും. ഈ ന്യൂ ജനറേഷൻ ദജ്ജാലിനെ വരെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾക്കൊക്കെ ഇത് കാണാൻ പറ്റും, എടുത്തിട്ടുണ്ട്. സൂചനകളൊക്കെ വ്യക്തമാണ്. ഓരോ സൂചനകളുണ്ട്. ആ വിഷയം തന്നെ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇത് ഇന്ന് ചർച്ച ചെയ്താൽ നമ്മൾ ഇത് ഇല്ലെങ്കിൽ ഇത് ഇന്ന് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഇത് ചർച്ച ചെയ്ത ഒന്നും ആവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, ഈ ന്യൂ ജനറേഷൻ വരെ ദജ്ജാലിനെ കാണുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അത്രത്തോളം ലോകം അന്ത്യത്തിലാണ്. അതുകൊണ്ട് കളികളൊക്കെ നിർത്തി കാര്യത്തിലേക്ക് വരാനുള്ള സമയമായിട്ടുണ്ട്. കാരണം ദജ്ജാൽ പുറപ്പെട്ടാൽ പിന്നെ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല, നമ്മുടെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. ലം തകുൻ ആമനത് മിൻ ഖബൽ, അല്ലാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വന്നാൽ, യൗമ ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ. വിശ്വാസികളായ ആളുകളുടെ വിശ്വാസം മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിച്ചാൽ പിന്നെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. ദജ്ജാൽ പുറപ്പെട്ടാലും തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. കാരണം ദജ്ജാലും അതേപോലെ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുമ്പോഴേക്കും ചാനലുകാരും പത്രക്കാരും എല്ലാവരും അംഗീകരിക്കും ഇസ്ലാം സത്യത്തിന്റെ മതമാണെന്ന്. കാരണം ഇസ്ലാം മാത്രമാണ് ഇങ്ങനെ ഒരു ചർച്ച ജനങ്ങൾക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത്. ദജ്ജാൽ വരുമെന്നും ഇപ്പൊ എല്ലാവരും അതിനെ പുച്ഛിച്ചു തള്ളിക്കളയാൻ. പുച്ഛിച്ചു തള്ളിയവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ കാണും, അല്ലെങ്കിൽ അവരുടെ മക്കള് കാണും. വന്നവർ പറയുമ്പോ ഇസ്ലാം സത്യമാണല്ലോ, ഞങ്ങൾക്ക് മുസ്ലിം ആവാൻ, ഇനി രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. പക്ഷേ the doors have closed. അവർക്ക് നന്നാവാനുള്ള വഴി, അവരുടെ വാതിൽ അടക്കപ്പെട്ടിരിക്കുകയാണ്. നന്നാവാനുള്ള അവസരം ദജ്ജാൽ പുറപ്പെടലോടുകൂടി, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കലോടുകൂടി അസ്തമിച്ചിരിക്കുകയാണ്. മുസ്ലിമീങ്ങളിൽ വരെ ചമ്മാടികളായി ജീവിച്ച ആളുകൾ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ
മനുഷ്യന്റെ തല കൊണ്ടമ്മാനമാടുന്ന ആളുകൾ, ഇതൊക്കെ ഐസിസിന്റെ ക്രൂര വിനോദങ്ങളിലായിരുന്നു നമ്മൾ കണ്ടത്. കാസർഗോഡ് ജില്ലയിൽ വരെ തല മുറിച്ചു മാറ്റി ഫുട്ബോളായി തലയെ കാണുന്ന ആളുകളുണ്ടെന്ന് പറയുമ്പോൾ യാ അല്ലാഹ്, മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അള്ളാഹു ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ഉപ്പമാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, കുട്ടിക്കാലത്തെ നിയന്ത്രണമില്ലാതെ കന്നുകാലികളെ പോലെ അലക്ഷ്യമായി വിട്ടതിന്റെ പരിണിത ഫലമാണ് മനുഷ്യന്റെ തല കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന അമ്മാനമാടുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് മാറാനുള്ള കാരണം. അള്ളാഹു നമ്മുടെ സമുദായത്തിനും നമ്മുടെ നാട്ടിലും അള്ളാഹു ബോധം നൽകി സമാധാന അന്തരീക്ഷം നിലനിർത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോ, മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ നിന്ന് മക്കൾ വിട്ടുപോയാൽ പിന്നെ അവരെ പിടിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ചെറുപ്പത്തിലെ നല്ല നിയന്ത്രണത്തോടെ, നല്ല അച്ചടക്കത്തോടെ നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ബാദിറൂ ബിൽ അമാൽ, നന്മ നിങ്ങൾ ചെയ്യാൻ വൈകിക്കരുത്. നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം. കുറച്ച് പൈസ ഉണ്ട്, കുറച്ച് കയ്യട്ടെ, പിന്നെ കൊടുക്കാം. കുറെ പൊന്നുണ്ട്, എല്ലാം ലോക്കറിൽ വെച്ച് അവസാനം പെട്ടെന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. നിങ്ങളുടെ പൊന്നും നിങ്ങളും എല്ലാം തകിടം മറിയും. ലോക്കറിൽ വെച്ച പൊന്നുകൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവില്ല. അതെടുത്ത് ഏതെങ്കിലും ഒരു ദീനി സ്ഥാപനത്തിന്, ഏതെങ്കിലും ഒരു പള്ളിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഖിയാമത്ത് നാളും മരണവും സംഭവിക്കുമ്പോഴേക്കും നിങ്ങളുടെ കബറിടം സ്വർഗീയ സുഖങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അതുകൊണ്ട് ബാദിറൂ ബിൽ അമാൽ, നിങ്ങൾ നന്മ കൊണ്ട് ഉളരണം, വൈകിപ്പിക്കരുത്. ഒരു കാരണവശാലും പിന്നെയാവാം എന്ന് പറഞ്ഞ് പിന്തിപ്പിക്കരുത്. എത്ര വേഗം ഇന്ന് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ഇന്ന് തന്നെ ചെയ്യാം. അത് നാളേക്ക് പോലും മാറ്റിവെക്കരുത്. കാരണം അത്രയും കുറച്ച് സമയമേ നമ്മുടെ മുന്നിലുള്ളൂ. അള്ളാഹു നമ്മൾക്കൊക്കെ നന്മ ചെയ്യാനും നന്മയുടെ കാവലാളായി ജീവിക്കാനും തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അദീം. കാരണം അവസാനത്തൊരു ഭൂകമ്പമുണ്ടല്ലോ, അവസാനത്തെ ലോകാവസാനമുണ്ടല്ലോ, അത് വല്ലാത്ത സംഭവമാണ്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅതിൻ അമ്മാ അർളഅത്. മുലപ്പാല് നൽകുന്ന ഉമ്മമാർ കൈക്കുഞ്ഞിനെ വലിച്ചെറിയുന്ന ദിവസമാണത്. അത് ആണുങ്ങൾക്ക് തിരിച്ചറിയില്ല. ഒരു പാല് നൽകുമ്പോ ഉമ്മാക്ക് മക്കളോടുണ്ടാകുന്ന കാരുണ്യം അത് പെണ്ണിനെ തിരിച്ചറിയുള്ളൂ. ആ പെണ്ണുങ്ങൾക്കറിയാം എത്ര ഗൗരവമുണ്ടാകും. ഗർഭിണികളായ ആളുകൾ ഒരു സിസേറിയന്റെയോ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷന്റെയോ ഒരു സർജറിയുടെയോ ആവശ്യമില്ലാതെ പ്രസവിക്കുന്ന ദിവസമാണത്. പേടിച്ച് പ്രസവിക്കും. ജനങ്ങളെല്ലാം മത്തു പിടിച്ചതുപോലെ പരിഭ്രാന്തരായി കാണാൻ പറ്റും. പരിഭ്രാന്തരായി, അവർക്ക് മത്ത് പിടിച്ചിട്ടില്ല. അവർക്ക് എന്തും മത്തോ കള്ളോ ലഹരിയോ അവർ ഉപയോഗിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ശിക്ഷ ഭയാനകമാണ്. പിടിച്ചു നിൽക്കാൻ കഴിയാതെ പരിഭ്രാന്തരായി മാറിയതാണ്. നമ്മൾ എന്നും ഓതുന്ന സൂറത്താണല്ലോ അത്. ആ സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ സംഭവത്തെ, അന്ത്യദിനത്തെ നിഷേധിക്കാൻ ഒരാളും ഉണ്ടാവൂല. ചില ആളുകൾ താഴ്ന്നവരായിരിക്കും, ചില ആളുകൾ ഉയർന്നവരായിരിക്കും. ഭൂമി തകിടം മറിഞ്ഞാൽ കിടുകിട വിറപ്പിക്കപ്പെട്ടാൽ, പർവ്വതങ്ങൾ ഇടിച്ച് പൊടിയാക്കപ്പെട്ടാൽ, ധൂളികളെ പോലെ ഈ ഭൂമിയെ അള്ളാഹു വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഒരുപാട് ഖുർആനിന്റെ ആയത്തുകൾ ഈ സംഭവത്തെ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. ഈ ഭയാനകമായ സംഭവം എന്ത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ്. മനുഷ്യന്മാർ ചിന്നിച്ചിതറിയ പാറ്റയെ പോലെ പാറിക്കളിക്കുന്നുണ്ടാകും. ഒരാൾക്കും സ്വന്തത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. വതകൂനുൽ ജിബാലു കൽ അഹ്നിൽ മൻഫൂഷ്. പർവ്വതങ്ങൾ കടഞ്ഞ ആട്ടിൻരോമം പോലെ പർവ്വതങ്ങൾ ഇങ്ങനെ പറക്കുന്നുണ്ടാകും. ഈ ഒരു അവസ്ഥയാണ് ഓരോ പ്രകമ്പനം കൊള്ളുമ്പോഴും അള്ളാഹു അന്ത്യനാളിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത് ഈ ഒരു രംഗമാണ്.
സമയമാണ് മുഅ്മിനീങ്ങളെ, ഒരാൾക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത സമയമാണത്. ഇവര് ചോദിക്കുന്നത് അതാണ്, എപ്പോഴാണ് ആ ഖിയാമത്ത് നാൾ വരിക എന്നാണ് മക്ക മുശ്രിക്കീങ്ങളായ ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്, അതിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല, വെറും ഒരു അട്ടഹാസം മാത്രമാണത്. നിങ്ങൾക്കത് എപ്പോഴാണ് പിടികൂടുന്നതെന്നറിയോ? നിങ്ങൾ തർക്കിക്കുന്നതിനിടയിൽ അങ്ങാടിയിലേക്ക് പോയ ആളുകൾ വീട്ടിലേക്ക് തിരിച്ചു വരാൻ അവസരം നൽകൂല. സ്കൂളിലേക്ക് പോയ ആളുകൾ സ്കൂളിൽ നിന്ന് ഉമ്മയെ കാണട്ടെ, ഞാൻ ഉമ്മയെ കണ്ടിട്ട് മരിക്കാമെന്ന് വിചാരിച്ചാൽ ഉമ്മയെ കാണാൻ അവർക്ക് പറ്റൂല. പ്രവാസികളായ ആളുകൾ GCC രാഷ്ട്രങ്ങളിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി പ്രവാസികളായ ആളുകൾ ഒന്ന് ഭാര്യയെയും മക്കളെയും കാണട്ടെ എന്ന് വിചാരിച്ചാൽ കാണൂല. പ്രവാസം വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ്. ഖത്തർ എന്ന് പറയുന്ന GCC രാഷ്ട്രങ്ങളിലെ ഇസ്ലാമിക രാജ്യത്തെ മറ്റുള്ള രാജ്യങ്ങളൊക്കെ കൂടി ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ലക്ഷക്കണക്കിന് പ്രവാസികൾ അന്നം തേടി മറ്റുള്ള എല്ലാ GCC രാഷ്ട്രങ്ങളിലും പോയി. അതിൽപ്പെട്ട ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ, ബിസിനസ് നടത്തുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒരു പ്രീ പ്ലാൻ എന്ന രീതിയിൽ പാവപ്പെട്ട ഫലസ്തീനികളെയും പാവപ്പെട്ട സിറിയയിലെ മുസ്ലിം രാജ്യങ്ങളെയും സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ. ലോക പോലീസ് അമേരിക്കയാണല്ലോ. അമേരിക്കയുടെ നിയന്ത്രണം ട്രംപ് കാലുകുത്തിയിട്ട് മാസങ്ങളായിട്ടില്ല സൗദി അറേബ്യയിൽ. അതിന് ഒരു മാസം പോലും തികയുന്നതിന് മുമ്പാണ് ഇങ്ങനെ ഒരു പദ്ധതി നമ്മൾ വായിക്കാനിടയായത്. സൗദിയും UAE-യും മറ്റുള്ള രാഷ്ട്രങ്ങളും ഖത്തറുമായിട്ടുള്ള എല്ലാ ഇടപാടും നിർത്തിവെച്ചു. ഒരു ഫ്ലൈറ്റ് സംവിധാനമോ ട്രാൻസ്പോർട്ടേഷൻ സംവിധാനമോ അവരുമായിട്ടുള്ള യാതൊരു ഉടമ്പടിയോ ഇനി ഉണ്ടാവൂല. ഖത്തറിലുള്ളവർ തിരിച്ചു വന്നേക്കണം, ഇവിടെയുള്ളവർ അങ്ങോട്ട് പോയേക്കണം. ഒറ്റപ്പെടുത്തുകയാണ് എല്ലാ രീതിയിലും, സാമ്പത്തിക ഉപരോധം. ഇത് വലിയൊരു ഭവിഷ്യത്തിന്റെ സൂചനയാണ്. ഞാൻ പറഞ്ഞല്ലോ, ലോകം അസ്തമിക്കാൻ പോവാൻ. മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി ലോകം അതിന്റെ അന്ത്യത്തിലേക്കും. സഖ്യകക്ഷികളായി അമേരിക്കയും കുറച്ച് ടീമുകളും, വേറെ നോർത്ത് കൊറിയ, ഉത്തര കൊറിയ, അങ്ങനെ കുറച്ച് വിഭാഗങ്ങൾ, ഇങ്ങനെ പല ആളുകൾ പല രീതിയിൽ പല രാഷ്ട്രങ്ങൾ സഖ്യകക്ഷികളായി മൂന്നാം ലോക മഹായുദ്ധത്തിന് കച്ചകൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾക്ക് ദുആ ചെയ്യാനുള്ളത് ആത്മാർത്ഥമായി പ്രവാസ ലോകത്തെ പ്രത്യേകിച്ചിട്ട് GCC രാഷ്ട്രങ്ങൾ, മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഐക്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. സർവശക്തനായ അല്ലാഹു ഐക്യം നിലനിർത്തി കൊടുക്കട്ടെ. ഈ ഒരു തീരുമാനം മാറ്റി ആ പഴയകാല സൗഹാർദ്ദത്തോടുകൂടെ ഖിയാമത്ത് നാൾ വരെ ജീവിക്കാനുള്ള സന്മനസ് അല്ലാഹു നൽകട്ടെ. ഇതിനു വേണ്ടി ഗൂഢമായ ആലോചനകൾ നടത്തിയ ആളുകൾക്ക് അവരുടെ ഈ തന്ത്രങ്ങൾ, കുതന്ത്രങ്ങളിൽ നിന്ന് മാറി നിന്ന് മുസ്ലിം രാഷ്ട്രങ്ങൾ മുഴുവനും ഏകോപിച്ച് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് സാഹോദര്യത്തോടെ ഇനിയും ഒരുപാട് കാലം സേവനം ചെയ്യാൻ ആ രാഷ്ട്രങ്ങൾക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രാഷ്ട്ര തലവന്മാർക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളൊക്കെ നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ ഒരു വിഷയം ഉൾപ്പെടുത്തണം. എല്ലാവരും റമദാനിൽ പ്രത്യേകിച്ചിട്ട് വലിയൊരു അപകടത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് തമാശയല്ല. ഗൾഫ് നശിച്ചാൽ നമ്മുടെ കേരളം നശിക്കും. ഗൾഫ് കൊണ്ടാണ് നമ്മുടെ പല സ്ഥാപനങ്ങളും പല പള്ളികളും പല കാര്യങ്ങളും ഇവിടെ നടന്നു പോകുന്നത്. ഗൾഫ് അപകടത്തിലായ നമ്മളും അപകടത്തിലാകും. അതുകൊണ്ട് ആത്മാർത്ഥമായി തഹജ്ജുദിന് ശേഷവും റമളാനിന്റെ എല്ലാ പ്രാർത്ഥനകളിലും പ്രവാസ ലോകത്തിന്റെ പ്രവാസികൾക്ക് വേണ്ടിയും അറബ് രാജ്യങ്ങളിലെ നേതാക്കൾക്ക് വേണ്ടിയും അവരുടെ ഐക്യത്തിനും ഒത്തൊരുമയ്ക്ക് വേണ്ടിയിട്ടും മുസ്ലിം ലോകത്തിന്റെ അവരുടെ വിജയത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു വിജയം നൽകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, اللهم أعز الإسلام والمسلمين، اللهم دمر أعداءك وأعداء الدين، اللهم دمر أعداءك وأعداء الدين، اللهم دمر أعداءك وأعداء الدين. الله സ്വീകരിക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് فلا يستطيع ما ينظرون إلا صيحة واحدة وهم يخصمون. അവർ അന്യോന്യം തർക്കിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ അന്ത്യനാൾ വരിക. അങ്ങാടിയിൽ പോയ ആളുകൾ പച്ചക്കറി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്നത്. ഒന്ന് വീട്ടിൽ പോയിട്ട് മക്കളെ കാണാൻ പോലും അവർക്ക് അവസരം നൽകൂല. فلا يستطيعون توصية ولا إلى أهلهم يرجعون. ഇങ്ങനെ ഒരു അന്ത്യനാൾ
മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിൽ പിടിച്ചു ഊതുമ്പോഴേക്കും അവർക്ക് ഫലാ യസ്തതീഊന തൗസിയ, ഒരു ഉപദേശം നൽകാനോ വസിയത്ത് നൽകാനോ പോലും സാധിക്കൂല. ഭാര്യമാരോട് മക്കളോട് ഒരു വസിയത്ത്, അവസാനമായ ഒരു വസിയത്ത് നൽകൂലേ, അത് നൽകാൻ പോലും അള്ളാഹു അവസരം നൽകൂല. ആര് എവിടെയാണ് അവിടെ വെച്ച് നശിക്കുകയാണ്. നാട്ടിലേക്കോ വീട്ടിലേക്കോ കുടുംബങ്ങളിലേക്കോ മടങ്ങാനും ഒരാൾക്കും സാധിക്കൂല. സൂറത്തു സുമറിന്റെ അവസാന ഭാഗങ്ങളിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അന്ത്യനാളിന്റെ മറ്റൊരു രംഗം പറയുന്നുണ്ട്. ونفخ في الصور فصعق من في السماوات ومن في الأرض إلا ما شاء الله. ആദ്യത്തെ സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോ ഭൂമിയിലുള്ളവരും ആകാശങ്ങളിലുള്ളവരിലും അല്ലാഹു ഉദ്ദേശിച്ച ആളൊഴികെ മറ്റുള്ള എല്ലാ ആളുകളും ഫസ്അഇക മരിച്ചു വീഴും. ثم نفخ فيه أخرى, രണ്ടാമതൊരു ഊത്ത് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുന്നുണ്ട്. فإذا هم قيام ينظرون, ആ മരിച്ചുപോയ ആളുകളെല്ലാം ഉണരുകയാണ്. ഖബറിൽ നിന്ന് കൂട്ടം കൂട്ടമായി ഉണരുകയാണ്. എല്ലാവരും ഉണരും. അങ്ങനെ ഓരോ ആളുകളുടെ നന്മയും തിന്മയും തീരുമാനിക്കാൻ വേണ്ടി മഹ്ശറിലേക്ക് ആളുകൾ പോവുകയാണ്. അപ്പൊ രണ്ടാമത്തെ ഊത്ത് അള്ളാഹുവിന്റെ കൽപ്പനയോടെ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുമ്പോഴേക്കും ഫഇദാഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവർ അള്ളാഹുവിലേക്ക് പുറപ്പെടുകയാണ്, രക്ഷിതാവിലേക്ക് കുതിച്ചു ചെല്ലുകയാണ്. എന്തിന്? അവരുടെ ഫഇദാഹും മിനൽ അജ്ദാഥ്, അവരുടെ കബറിടങ്ങളിൽ നിന്ന് ഉണർന്നിട്ട് ഇലാ റബ്ബിഹിം യൻസിലൂൻ. ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടയിൽ 40 വർഷത്തെ ദൈർഘ്യമുണ്ട് എന്ന്. ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടയിൽ 40 വർഷത്തെ ദൈർഘ്യമുണ്ട്. ഒന്നാമത്തെ ഊത്ത് വരുന്നത് വരെ തിന്മ ചെയ്ത ആളുകൾക്ക് അല്ലാഹു തആല ഖബറിൽ ശിക്ഷ നൽകിക്കൊണ്ടേയിരിക്കും. നന്മ ചെയ്ത ആളുകൾക്ക് അല്ലാഹു സുഖം നൽകിക്കൊണ്ടേയിരിക്കും. നല്ലവരായ ആളുകൾ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഖബറിൽ സുഖത്തോടെ ആയിരിക്കും ജീവിക്കുന്നത്. ഖബർ സ്വർഗ്ഗമായിരിക്കും. മോശപ്പെട്ട ആളോ അവർക്ക് നരകമായിരിക്കും. ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്വർഗമില്ല, അവിടെ നരകമില്ല. എല്ലാവരും നല്ല ഉറക്ക്. നമ്മൾ രാത്രി ഉറങ്ങുന്നത് പോലെ 40 വർഷം ഉറങ്ങുന്നതാണ് എല്ലാവരും. നല്ലവരും മോശപ്പെട്ടവർക്കൊക്കെ നല്ല ഉറക്കാണ്. ഒന്നും അറിയില്ല, ശിക്ഷ അറിയില്ല, സുഖങ്ങൾ അറിയില്ല, നന്മ അറിയില്ല, ഒന്നും അറിയില്ല. ആ ഊത്ത് നടക്കുന്നതോടുകൂടി ഒറ്റ ഉറക്കാണ്. പിന്നെ ആ ഉറക്കിൽ നിന്ന് ഉണരുന്നത് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ ഊത്തോടുകൂടെയാണ്. രണ്ടാമത്തെ ഊത്തോടുകൂടെയാണ്. രണ്ടാമത് ഊതുമ്പോൾ ഫൈദാഹും, എല്ലാ ഖബറാളികളും ഖബറിൽ നിന്ന് ഉണരുകയാണ്. യൻസിലൂൻ, പെട്ടെന്ന് പെട്ടെന്ന് ഖബറാളികൾ ഖബറിൽ നിന്ന് എണീറ്റ് പുറപ്പെടുകയാണ് അല്ലാഹുവിന്റെ കോടതിയിലേക്ക്. യൗമഇദി യസ്ദുറുന്നാസു അശ്താതൻ ലിയുറൗ അഅമാലഹും, നന്മ കാണാൻ ഞാൻ ചെയ്തത് നന്മ, എന്റെ നന്മ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ, ഞാൻ നരകത്തിലാണോ സ്വർഗ്ഗത്തിലാണോ ഇതറിയാൻ വേണ്ടി ആളുകൾ വളരെ ധൃതിയിൽ വളരെ വേഗത്തിലോടുകയാണ്. ഈ പോയില്ലേ വലിച്ചു കൊണ്ടുപോവാൻ മഹ്ശറയിലേക്ക്. അങ്ങനെയോ ചില ആളുകളുടെ അവസ്ഥ എന്താണ്? അങ്ങനെ ആ ഖബറിൽ നിന്നുണർന്നാൽ തിന്മ ചെയ്ത് ജീവിച്ച ആളുകൾ, നന്മ ചെയ്യാതെ തിന്മ ചെയ്ത് ജീവിച്ച ആളുകൾ ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ, അവർ ചോദിക്കുകയാണ് മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ, ഈ ഉറക്കിൽ നിന്ന് ആരാണ് ഞങ്ങളെ ഉണർത്തിയത്? അല്ലേ, ഉറക്കിൽ നിന്ന് വിളിക്കുന്നത് എല്ലാവർക്കും വല്ലാത്ത ദേഷ്യമുള്ള പരിപാടി അല്ലെ. നമ്മളിപ്പോ രാവിലെ ഉറങ്ങായിരിക്കും, അപ്പോഴായിരിക്കും ആരെങ്കിലും ഒരു അതിഥി വന്ന് നമ്മൾ വിളിക്കുന്നത്, നമുക്ക് വല്ലാതെ ഒരു ദേഷ്യം വരും അല്ലെ. കാരണം മനുഷ്യനെ ഒരു സമാധാനത്തോടെ ഇരിക്കുന്ന ഒരു സമയം ഉറക്കാണ്. അങ്ങനെ ചിലപ്പോൾ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല, അങ്ങനെ ആയിരിക്കും രാവിലെ ഉറങ്ങുക. ആ ഉറങ്ങുമ്പോൾ ഒരാൾ വന്നിട്ട് വിളിച്ചാൽ ദേഷ്യം ഉണ്ടാവില്ലേ? ഭൂരിഭാഗം ആളുകൾക്കും ഉറക്കെന്ന് വിളിക്കുന്ന വലിയ ദേഷ്യമാണ്. അപ്പൊ ഇതുപോലെ ഇവര് സുഖമായിട്ട് കിടന്നുറങ്ങി. ഇത്ര കാലം ശിക്ഷ അനുഭവിച്ച ഖബറാളികളൊക്കെ സുഖമായിട്ട് ഖബറിൽ ഉറങ്ങാണ് 40 വർഷക്കാലം. അപ്പൊ അവരിങ്ങനെ കണ്ണൊക്കെ ചിമ്മി കണ്ണൊക്കെ മിഴിച്ചു നോക്കി അവർ ചോദിക്കുകയാണ് ഈ ഉറക്കത്തിൽ നിന്ന് ആരാണ് ഞങ്ങളെ ഉണർത്തിയത്, ആരാണ് ഞങ്ങളെ വിളിച്ചത്?
ഇത് കാരുണ്യവാനായ അള്ളാഹുവിന്റെ വാക്കാണ്. അള്ളാഹു എന്നൊരു വാക്ക് നൽകിയിട്ടുണ്ടല്ലോ, നിങ്ങളെ ഞാൻ പുനർജനിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹാദാ മാ വഅദർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ വാഗ്ദാനമാണിത്. വസദഖൽ മുർസലൂൻ, എല്ലാവരും എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് സത്യമാണല്ലോ. ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദ, രണ്ടാമത്തെ ഊത്തും ഒരട്ടഹാസം മാത്രമാണ്. സൂറെന്ന കാഹളം പിടിച്ച് ഊതുമ്പോഴേക്കും വലിയൊരു അട്ടഹാസം ഇവിടെ സംഭവിക്കുകയാണ്. ഇല്ലാ സൈഹതൻ വാഹിദ ഫഇദാ ഹും ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ, എല്ലാ ആളുകളും എന്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ്. ഒരുപക്ഷേ സ്വമേധയാ പോവുകയല്ല, കൊണ്ടുവരപ്പെടുകയാണ്. സായിഖുൻ വഖരീൻ, എല്ലാവരുടെയും കൂടെ രണ്ട് മലക്കുകളുണ്ട്. നല്ലത് ചെയ്ത് നന്മ ചെയ്ത് ജീവിച്ച ആളുകളെ വളരെ മാന്യമായ രീതിയിലാണ് കൊണ്ടുപോവുക. അല്ല, എങ്ങനെയാണോ മരിച്ചത് അതുപോലെയാണ്. നിങ്ങൾ എങ്ങനെയാണോ മരിച്ചത് അതേപോലെ നിങ്ങളെ പുനർജനിപ്പിക്കുമെന്നാണ്. കള്ളും കുടിച്ചിട്ടാ മരിച്ചത്, വ്യഭിചരിച്ചിട്ടാ മരിച്ചത്, അതേപോലെ നിസ്കരിക്കുമ്പോ സുജൂദിനാ മരിച്ചത്, സുജൂദ് ചെയ്യുന്നവനായിട്ടാണ് ഉണരുക. ഹറമിൽ വെച്ചാണ് മരിച്ചതെങ്കിൽ തൽബിയത്ത് ചൊല്ലി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, ഷഹീദായിട്ടാണ് മരിച്ചതെങ്കിൽ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഇറ്റിക്കൊണ്ടാണ് അവർ ഉണരുക. ഹറാം ചെയ്തിട്ട് മരിച്ചാൽ ആ ഒരു രീതിയിലാണ് നാളെ ഉണരുക. തുബഅസൂന കമാ തമൂതൂൻ, എങ്ങനെയാണോ നിങ്ങൾ മരിക്കുന്നത് അതേപോലെയാണ് അല്ലാഹു നിങ്ങളെ പുനർജനിപ്പിക്കുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാരെന്ന് പറഞ്ഞത് സത്യമാണല്ലോ. അന്ന് വാദലക്ക് ഉസ്താദുമാരെ ഇങ്ങനെ ഒരു ഖബറിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരു സദസ്സ്, ഇങ്ങനെ ഒരു സദസ്സിൽ, ഇങ്ങനെ ഒരു വാദിന്റെ പ്രഭാഷണ സദസ്സിൽ ഖബറിനെ കുറിച്ചും മഹ്ശറയെ കുറിച്ചും പുനർജന്മത്തെ കുറിച്ചും എല്ലാവരും സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അത് സത്യമാണല്ലോ. दुनिया के मुसाफिर मंजिल तेरे कब्र है, ओ യാത്രക്കാരാ, നിന്റെ ജീവിതം ഒരുപാട് കാലം നിനക്ക് ദൈർഘ്യമില്ല. നിന്റെ വീട് കബറിടമാണ്. മനോഹരമായ അമ്പരചുംബിയായ വീട് നീ നിർമ്മിച്ചാലും 2 കോടിയുടെ 3 കോടിയുടെ 8 കോടിയുടെ വീട് നീ നിർമ്മിച്ചാലും 10 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നീ വാങ്ങിച്ചാലും, അതൊക്കെയല്ലേ നമ്മുടെ നാടിന്റെ ട്രെൻഡ്. അതാണല്ലോ കാസർഗോട്ടുകാരന്റെ അഭിമാനം, അതാണല്ലോ. കാസർഗോട്ടുകാരൻ അഭിമാനത്തോടെ നെഞ്ചുവിരിച്ച് നടക്കുന്നത് എന്താ? ഞങ്ങളുടെ നാട്ടുകാര് നമ്പർ പ്ലേറ്റ് വാങ്ങുന്നത് 10 ലക്ഷം കൊടുത്തിട്ടാണെന്ന്. വിഡ്ഢികളുടെ ലോകത്താണ് ഇവർ ജീവിക്കുന്നത്. 10 ലക്ഷം കൊണ്ട് 2 വണ്ടി വാങ്ങിച്ചൂടെ? ആ സമയത്താണ് വെറുതെ ആവശ്യമില്ലാതെ 10 ലക്ഷം കൊടുത്തിട്ട് അനാവശ്യ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നത്. എന്നാൽ ഇവരോട് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറയും. അപ്പോഴാണ് പറയുന്നത് ബിസിനസ് ഒക്കെ ആകെ ഡള്ളാണല്ലോ, കച്ചവടമാകെ നഷ്ടത്തിലാണ്, ഗൾഫ് രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യമാണല്ലോ, ഞാൻ എങ്ങനെയാണ് സഹായിക്കുക? ആരാണ് ഈ പറയുന്നത്? 10 ലക്ഷവും 5 ലക്ഷവും നമ്പർ പ്ലേറ്റിന് കൊടുത്ത് 1-ാം നമ്പറിനും 2-ാം നമ്പറിനും 3-ാം നമ്പറിനും വേണ്ടി മത്സരിക്കുന്ന ആളുകളാണ് ഒരു 10,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ ചോദിക്കുമ്പോൾ പറയുന്നത് അള്ളാഹുവിന്റെ കോടതിയുണ്ട്, അള്ളാഹു നൽകുന്ന പണമാണത്, അഹങ്കരിക്കാനുള്ളതല്ല, ധൂർത്തടിക്കാനുള്ളതല്ല. പാവങ്ങളായ ആളുകൾ അള്ളാഹു പട്ടിണി കൊണ്ട് പരീക്ഷിക്കുമ്പോ മുതലാളിമാരായ ആളുകളെ അള്ളാഹു നൽകാനാണ്, സമ്പത്ത് കൊണ്ടാണ് പരീക്ഷിക്കുന്നത്. പാവങ്ങൾ ക്ഷമിക്കണേ, മുതലാളിമാര് നൽകണേ. ഇതാണ് ലോകത്തിന്റെ നീക്കുപോക്ക്. ഇങ്ങനെയാണ്. ഇത് രണ്ടും ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഈ ബാലൻസ് ഇവിടെ വേണം. പട്ടിണി പാവങ്ങളായ ആളുകൾ ക്ഷമിക്കണം. ബാഗും എടുത്ത് സഞ്ചിയും എടുത്ത് അതേപോലെ മക്കളെ തോളിലേറ്റി നാട് നീളെ ബെഗ് ചെയ്യാൻ ഇരക്കാൻ പോവേണ്ടവരല്ല. കണ്ട ഷോപ്പിലേക്ക്, കണ്ട അങ്ങാടിയിലേക്ക് റമദാൻ ആകുമ്പോഴേക്കും പച്ചത്തട്ടവും പച്ചക്കുപ്പായവും ധരിച്ച് മുസ്ലിമാണോ അല്ലേ എന്നറിയില്ല പർദ്ദ ധരിച്ചിറങ്ങുകയാണ് ഒരു സംഘം, ഒരു മാഫിയ. ഒരുപാട് ആളുകൾ ഇറക്കി വിടുകയാണ്. 2-3 ലോഡ് പൂഴി ഇറക്കുന്നത് പോലെ ബെഗേഴ്സിന് റമദാൻ ആകുമ്പോൾ ഇറക്കി വിടുകയാണ്. നിരുത്സാഹപ്പെടുത്തേണ്ട വിഷയമാണിത്. അതിന്റെ സോഴ്സ് കണ്ടെത്തി ഈ ഒരു ബെഗേഴ്സിന്റെ മാഫിയകൾ നമ്മുടെ
നിർത്തിവെക്കണം. എന്തോരു ആഭാസമാണിത്. റമളാൻ എന്ന് വരും പറയുമ്പോ ആളുകൾക്ക് ഓർമ്മ വരുന്നത്, ചില ആളുകൾക്ക് ഓർമ്മ വരുന്നത് ഇഫ്താർ സംഗമമാണ്, വയർനിറക്കുന്ന സംഭവമാണ്. ചില ആളുകൾക്ക് ഓർമ്മ വരുന്നത് റമളാൻ എന്നാൽ ബാഗും തൂക്കി പച്ച കുപ്പായവും ധരിച്ചിട്ട് ബെഗ് ചെയ്ത് നടക്കുന്ന യാചകന്മാരെയാണ്. ഈ ഒരു രീതിയിലേക്ക് റമളാനിനെ കൊണ്ടെത്തിച്ച ആളുകൾ അവർ മുസ്ലിമീങ്ങൾ ഉണ്ടാകും, അമുസ്ലിമീങ്ങൾ ഉണ്ടാകും, ആരുമാവട്ടെ. ഇത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയമല്ല, യാചന നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊരാൾ പോലും യാചകരില്ലാതെ സംരക്ഷിക്കേണ്ടത് നാട്ടുകാരുടെ ബാധ്യതയാണ്. അതുകൊണ്ട് നമ്പർ വാങ്ങിച്ച്, നമ്പർ പ്ലേറ്റുകൾ വാങ്ങിച്ച് പൊങ്ങച്ചം നടിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ആ തുകകൾ കൊണ്ട് പാവങ്ങൾ ഇവിടെയുണ്ട്. 1000 രൂപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, വീടില്ലാതെ പീഡികത്തിണ്ണയിൽ കിടന്നുറങ്ങുന്നവരുണ്ട്, വസ്ത്രം വാങ്ങാൻ കഴിയാതെ, പുസ്തകം വാങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന പട്ടിണി പാവങ്ങൾ ഒന്നല്ല, ആയിരക്കണക്കിന് ആളുകളുണ്ട്. ആ തുകകൾ കൊണ്ടുപോയി ആ പാവപ്പെട്ടവന്റെ വിഷമം കണ്ടാൽ ഞാൻ പറയട്ടെ, ഈ അഹങ്കാരം തീരും സഹോദരങ്ങളെ, ഈ പൊങ്ങച്ചം തീരും സഹോദരങ്ങളെ. ഒന്ന് നിങ്ങൾ പോവണം, ഏതെങ്കിലും RCC, ഏതെങ്കിലും ക്യാൻസർ റീജിയൻ സെന്ററുകളിൽ പോവണം, ഏതെങ്കിലും ഒരു രോഗികളായി ഒരുപാട് രോഗികൾ നിലവിളിക്കുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കൊന്ന് പോവണം. നിന്റെ അഹങ്കാരം ഒന്ന് സ്തമിക്കാൻ. ഈ സമ്പത്തെല്ലാം നശിക്കും. ഒരു രോഗം വന്നാൽ മതി, ഒരു അല്ലാഹു ഒരു പരീക്ഷണം നൽകിയാൽ മതി, ഒന്നുകൊണ്ടും നിനക്കൊരു ഉപകാരം ഉണ്ടാവൂല. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാലും ശിഫ ലഭിക്കാത്ത ദയനീയമായൊരവസ്ഥ നമ്മളിലേക്ക് കടന്നു വന്നാൽ അപ്പോഴായിരിക്കും നീ അള്ളാഹുവിലേക്ക് മടങ്ങാൻ നിനക്ക് തോന്നുന്നത്. അപ്പോഴാണ് അള്ളാഹു പറയുന്നത്, നിന്റെ സമയം അതിക്രമിച്ചു പോയിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആഭാസങ്ങളെല്ലാം നിർത്തിവെച്ച് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, പാവങ്ങളായ ആളുകളുടെ നിലനിൽപ്പിന് വേണ്ടി എല്ലാവരും നമ്മുടെ സമ്പത്ത് ഉപയോഗിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഈ വിഷയം വളരെ ഗൗരവമായിട്ട് എടുക്കുക. ഒരിക്കലും ബെഗേഴ്സ്, യാചകന്മാരെ പ്രോത്സാഹിപ്പിക്കരുത്. അത് നല്ല നല്ല ആരോഗ്യമുള്ള ആളുകളൊക്കെ എന്നിട്ട് ഇങ്ങനെ വണ്ടി മുട്ടുക, വീട് മുട്ടുക, മനുഷ്യന്മാർ ഉറങ്ങാൻ അനുവദിക്കൂല അല്ലെ? അങ്ങനൊക്കെ അവസ്ഥയാണ്. ഇവർക്കൊക്കെ ഒരു ആയത്തുണ്ട്, യാചകന്മാരെ ആട്ടിയോടിക്കാൻ പാടില്ല. അത് ഏത് യാചകന്മാരാണ്? ഒന്നിനും കൊള്ളാത്ത ആളാണ്, നടക്കാനും കഴിയില്ല, ഇരിക്കാനും കഴിയില്ല. അങ്ങനെയുള്ള ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് നല്ല കല്ല് പോലെയുള്ള ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് ബെഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തൊരു മോശമാണത്. എവിടെയെങ്കിലും ജോലി ചെയ്താൽ കിട്ടൂല 10,000 രൂപ? അവർക്കറിയാം, ജോലി ചെയ്താൽ 10,000 കിട്ടുക, ബെഗ് ചെയ്താൽ ഡെയിലി 10,000 കിട്ടും. അതാണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം. ഡെയിലി 10,000 ഒന്നല്ല, ഡെയിലി ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന യാചകരില്ലേ? ട്രെയിനിലൊക്കെ പോയി നോക്കിയേ, ഒരു ബോഗിയിൽ നിന്ന് തന്നെ 100ഉം 1000 ഒരു ബോഗിൽ മിനിമം 10 എല്ലാവരും കൊടുക്കൂലേ? കൈയില്ലാത്ത ഒരാളാണ് സങ്കല്പിക്കുക. ഒരു ബോഗിയിൽ നിന്ന് 1000, അങ്ങനെ എത്ര ബോഗി ഉണ്ട്, എത്ര ട്രെയിൻ ഉണ്ട്? ഡെയിലി 10,000 സംഭവിക്കുന്ന യാചകന്മാരില്ലേ? ഇവരൊക്കെ ഈ യാചിച്ചു കൊണ്ടുപോയി എവിടെ വെക്കാണ്? ഇവരുടെ കാലം മരണം വരെ യാചന തന്നെ. ഈ പൈസ എവിടെ കൊണ്ടുപോയാ വെക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ നിരുത്സാഹപ്പെടുത്തി, ഈ വിഷയങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടരുത്. യാചകന്മാരെ വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ ഡീറ്റെയിൽ അറിയാം. എവിടെയാണ് വീട്? നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാം, നിങ്ങളെ വീട്ടിൽ എത്തിച്ചേരാം. നിങ്ങൾക്ക് അങ്ങനെ പ്രയാസം ഉണ്ടെങ്കിൽ ഹറമിൽ വരേണ്ടത് ഇവിടെ മാത്രമല്ല, ഹറമിൽ വരേണ്ടത്. ഹറമിൽ ഉംറ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ നല്ലൊരു കന്തുറയും, എമിറേറ്റ് സ്റ്റൈല, UAE സ്റ്റൈലുള്ള ഇതേപോലെ ഒരു കന്തുറയും ഇതേപോലെ തലപ്പാവം കെട്ടി ഒരാൾ എൻ്റെ അടുത്ത് വന്നു. ഞാൻ ഇതേ വേഷത്തിലായിരുന്നു. അപ്പോൾ ഒരു എമിറേറ്റ് UAEയിലുള്ള ആളാണെന്ന് വിചാരിച്ചിട്ട് ആദ്യം അറബിയിൽ സംസാരിച്ചു, പിന്നെ ഇംഗ്ലീഷായി, പിന്നെ ഹിന്ദിയായി. എന്താ കാരണം? എൻ്റെ ഒരു പെണ്ണുങ്ങളുണ്ട് പർദ്ദ ഇട്ടിട്ട്, ഇതെൻ്റെ ഉമ്മയാണ്, ഞാനും UAEയിൽ നിന്ന് വരുന്ന ആളാണ്. എൻ്റെ കയ്യിൽ 4000 ദിർഹം ഉണ്ടായിരുന്നു UAE ഇവിടെ, അതുണ്ടായിരുന്നു. അതേപോലെ 2000-ഓളം സൗദി റിയാൽ ഉണ്ടായിരുന്നു. എൻ്റെ ബാഗ് ഞാൻ തവാഫ് ചെയ്യുന്ന സ്ഥലത്ത് ക്ലീൻ ചെയ്യുന്ന അവിടുത്തെ ഖാദിമിങ്ങൾ അത് അടിച്ചു മാറി കൊണ്ടുപോയി. എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എൻ്റെ ഉമ്മയാണ്, രാവിലെ മുതൽ ഭക്ഷണം കഴിച്ചിട്ടില്ല, വല്ലതും തരണം. എൻ്റെ കയ്യിലൊന്നുമില്ല. ഇതേപോലെ ഒരു കന്തൂർ പേഴ്സിലൊന്നും ഇല്ലല്ലോ, പേഴ്സൊന്നും കയ്യിൽ വെക്കൂലല്ലോ. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലൊന്നുമില്ല. ഇതാരും ഉമ്മ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ അവിടെ പോയിട്ട് ചോദിച്ചു വന്നു? ഞങ്ങൾ ചോദിച്ചു. അപ്പൊ അവര് കൈമടക്കാണ്, അറിയില്ല എന്ന് പറഞ്ഞിട്ട് കൈമടക്കാണ്. എന്നാ പിന്നെ നിങ്ങൾക്ക് ഭക്ഷണമല്ലേ വേണ്ടത്? ഞങ്ങൾ റൂമിൽ വന്നാൽ ഭക്ഷണം കിട്ടും, ഞങ്ങൾ റൂമിൽ വന്നാൽ ഭക്ഷണം കിട്ടും, നിങ്ങൾക്ക് ഭക്ഷണമാണല്ലോ വേണ്ടത്. അപ്പോ ആടുമുണ്ട്. ഇവർക്ക് ഭക്ഷണമല്ല വേണ്ടത്. ഇവരിങ്ങനെ ആളുകളെ ആ ഹറമിന്റെ അടുത്ത് വന്നിട്ട് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് അടുക്കുന്ന സമയത്ത് ആളുകളുടെ ആത്മീയത ചൂഷണം ചെയ്യാൻ എത്ര ആളുകൾ മദീനയിലും മക്കയിലൊക്കെ. ഇതൊന്നും നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാട്ടിലോ ഇങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തിക സഹായം നൽകി അവരെ ഒരു യാചകരാക്കി മാറ്റാതെ അവർ അഭിമാനത്തോടെ ജീവിക്കുന്ന ആളുകളാക്കി നമ്മൾ മാറ്റുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
എല്ലാം ഒരട്ടഹാസമാണ്. ആ ഒരു അട്ടഹാസം സംഭവിക്കലോടുകൂടി ഫഇദാഹും ജമീഉൽ ലദൈനാ മുഹ്ളറൂൻ, അവർ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടും. فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون. ഇന്ന് ഒരാളെയും നാം ആക്രമിക്കൂല. നന്മ ചെയ്തവർക്ക് അതിനുള്ള പ്രതിഫലം നൽകും, തിന്മ ചെയ്തവർക്ക് ശിക്ഷ നൽകും. നിരപരാധികൾ ഞാൻ ശിക്ഷിക്കൂല. നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകമായ ഒരു മോട്ടുണ്ട്. 1000 നിരപരാധികൾ നഷ്ടപ്പെട്ടാലും ഒരു ഹെൽമെറ്റ് ധരിക്കാത്തവന് രക്ഷപ്പെടാൻ പാടില്ല. നമ്മുടെ പോലീസുകാർക്ക് ആകെ ഒരു മോട്ടോ. അല്ലെങ്കിൽ ഒരു സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവന് രക്ഷപ്പെടാൻ പാടില്ല. എവിടെ നോക്കിയാലും ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പോലീസുകാർ. ഇവിടെ എന്തൊക്കെ മാഫിയകൾ നടക്കുന്നുണ്ട്, ലഹരി മാഫിയ. അതൊന്നും ഇവർക്ക് കാണുന്നില്ല. ഞാൻ ആലോചിക്കാൻ, ഒന്ന് കാസർഗോഡ് വതിയെടുക്കയിൽ നിന്ന് കാസർഗോഡ് പോകുമ്പോൾ 4-5 സ്ഥലത്ത് വാലിന് വരുമ്പോഴും ഞാൻ കണ്ടു. ഇനി എവിടെ പോകുമ്പോഴും 4-5 പോലീസുകാർ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ബെൽറ്റ് ആര് ധരിച്ചിട്ടില്ല, ഹെൽമെറ്റ് ആര് ധരിച്ചിട്ടില്ല. ഇതാണ് ഇപ്പൊ വലിയ ക്രിമിനൽ കുറ്റം. ഇന്നത്തെ ക്രിമിനൽ കുറ്റം ഇതാണ്, ഹെൽമെറ്റ് ധരിക്കാത്തത്. പോലീസുകാരൻ നിങ്ങളെ പണിയെടുക്കണം. ഇവിടെ എത്ര ലഹരി മാഫികൾ ഇവിടെ ഉണ്ട് അല്ലെ? എത്ര ലഹരി മാഫിയകൾ. അവരൊന്ന് മനസ്സറിഞ്ഞ് നമ്മുടെ നാട്ടിലിറങ്ങിയിട്ട് ഈ ക്രിമിനലുകളെ, ഈ ഗുണ്ടകളെ ഒന്ന് ജയിലിൽ കൊണ്ടയടിച്ച് ഇവിടെ ആഭാസങ്ങൾ നടക്കോ, ഇവിടെ കൊലപാതകങ്ങൾ നടക്കോ? കൊലപാതകങ്ങൾ നടത്തിയതിന് ന്യായീകരിക്കണം. അത് കള്ളു കുടിച്ചിട്ട് മത്തില് അറിയാതെ കൊന്നുപോയതാണ്. ഇവിടെ വർഗീയ അജണ്ട ഉണ്ടാക്കാൻ വേണ്ടി ചില ആളുകളുടെ ഗൂഢമായ ആലോചനയ്ക്ക്, ചില ആളുകളുടെ ഗൂഢമായ തന്ത്രങ്ങൾ കാരണം ഇവിടെ വർഗീയ അജണ്ടയുണ്ടാക്കി വോട്ട് പിടിക്കാൻ വേണ്ടി ചില ആളുകൾ കുതന്ത്രമായിട്ടുള്ള അക്ഷീണ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അവർക്ക് ഒത്താശ ചെയ്യുന്ന ചില പോലീസുകാർക്ക് ഒരു പണിയുണ്ട്. കാക്കിയിടുന്നവനൊരു ധർമ്മമുണ്ട്. അത് പറ്റുമെങ്കിൽ ധരിച്ചാൽ മതി, എല്ലാം കഴിച്ചു വെക്കണം. അതിന് പറ്റൂലെങ്കിൽ അത് ധരിക്കരുത്. പോലീസുകാർ ശ്രദ്ധിക്കണം അല്ലേ? എന്ത് നമ്മുടെ നാടിന്റെ ഒക്കെ കഥ. എത്ര കൊലപാതകങ്ങൾ കഴിഞ്ഞൊരു മാസം, 5-6 കൊലപാതകങ്ങൾ. ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനീ പോലീസിന്റെ ആവശ്യമുണ്ടോ? ആകെ ഒരു ഹെൽമെറ്റ് ധരിക്കുന്ന ആളെ പിടിച്ചാൽ മതി, ആകെ ഒരു ബെൽറ്റ് ധരിക്കാത്ത ആളെ പിടിച്ചാൽ മതി. അതും തന്നെ 100 കൊടുത്താൽ അതും വിട്ടേക്കും. 100-500 കൊടുത്താ പോയിക്കോ, എഴുതണ്ടെന്ന് ആവശ്യമില്ല. 100 കൊടുത്താ 200 കൊടുത്താ വിട്ടേക്കും. ഇങ്ങനെ നിയമം കയ്യിലെടുക്കുന്ന ചില പോലീസുകാർ, ഇവരൊക്കെയാണ് നാടിന്റെ ശാപം. പോലീസുകാരെ നന്നാവാതെ നാട് നന്നാവൂല. പോലീസുകാരുടെ മനസ്സിലുള്ള വർഗീയ അജണ്ട അവരെടുത്തു മാറ്റാതെ നാട് നന്നാവൂല. ഇവര് തന്നെ വർഗീയ അജണ്ട ഉണ്ടാക്കിയ പിന്നെ എങ്ങനെ നാട് നന്നാവുക? രാഷ്ട്രീയ നേതാക്കളും ഇത് പഠിക്കണം. ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി, സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ആദ്യം ശ്രമിക്കേണ്ടത് രാഷ്ട്രീയ നേതാക്കളാണ്. അല്ലാഹു ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. നാലും നല്ല ഒരുപാട് പോലീസുകാരുണ്ട്, ഒരുപാട് പോലീസുകാരായിട്ട് നല്ല ബന്ധമുണ്ട്. എല്ലാവരും അടിച്ചാക്ഷേൽപ്പിക്കുന്നില്ല. ചില ആളുകൾ അല്ലാഹു അവർക്ക് ബോധം നൽകി രാഷ്ട്രത്തിനും നാടിനും നല്ല സേവനം ചെയ്യാനുള്ള സന്മനസ് കൊടുക്കട്ടെ. ഹെൽമെറ്റ് ധരിക്കാതെ പോകണമെന്നല്ല, ഹെൽമെറ്റ് ധരിച്ചിട്ടേ പോകാൻ പാടുള്ളൂ, ബെൽറ്റ് ധരിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. പക്ഷെ ഇതാണ് ഒരു ക്രിമിനൽ കുറ്റം എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതൊരു ക്രിമിനൽ കുറ്റമായിട്ട് കാണുകയും ചെയ്യരുത്. ഇതിനേക്കാളൊക്കെ വലിയൊരുപാട് ഇവിടെ നടക്കുന്നുണ്ട്. മനസ്സിലായോ? മയക്കുമരുന്നിന്റെ ലഹരി മാഫിയകൾ അതാദ്യം നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തു മാറ്റിയാൽ തന്നെ നാട്ടിലുള്ള ഒട്ടുമിക്ക കൊലപാതകങ്ങളും അക്രമങ്ങളും ഗുണ്ടാ സംഘങ്ങളൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് പറ്റും. ലഹരികളാണ് എല്ലാവരും ഇവിടെ നശിപ്പിക്കുന്നത്. നമ്മുടെ പാവപ്പെട്ട മക്കളൊക്കെ ലഹരിയുടെ അഡിക്റ്റായി ഭ്രാന്തന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മമാരെ, അതുകൊണ്ടൊന്ന് ബോധവാന്മാരാവുക നമ്മുടെ മക്കളെ കുറിച്ച്. പെൺകുട്ടികൾ വരെ, കഞ്ചാവടിക്കുന്ന മുസ്ലിം പെൺകുട്ടി എനിക്കറിയാം, കഞ്ചാവടിക്കുന്ന മുസ്ലിം പെൺകുട്ടി, നല്ല ഒരു ഉപ്പയുടെ മകൾ ഹോസ്റ്റലിൽ പഠിക്കാൻ അയച്ചതാണ്. ഹോസ്റ്റലിൽ വെച്ചിട്ട് ചങ്ങാതിമാരുടെ കൂടെ കൂടിയിട്ട് കഞ്ചാവടിച്ചിട്ട് കഞ്ചാവിന്റെ അഡിക്റ്റായി മാറി അല്ലേ? കള്ളു കുടിക്കുന്ന മുസ്ലിം പെൺകുട്ടികളില്ലേ? എവിടുന്ന ഇതൊക്കെ സമ്പാദിച്ചത്? എവിടുന്ന? ഹോസ്റ്റൽ സംവിധാനം. മക്കളെ ഹോസ്റ്റലിലേക്ക് പഠിക്കാൻ വിട്ടതാണ്. ഉമ്മമാർ എത്ര ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് 10 ലക്ഷം, 25 ലക്ഷം, 30 ലക്ഷം ഒക്കെ ചെലവഴിച്ച് മംഗലാപുരത്തും ബാംഗ്ലൂരിലും കൊച്ചിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെ പഠിക്കാൻ വിട്ടതാണ്. എന്തിപ്പോ അവസാനം കൊണ്ടുവന്നത്? ഗർഭിണികളായ വേറുമായി പല മക്കളും വീട്ടിലേക്ക് വരിക, പല മക്കളും കഞ്ചാവിന്റെയും കള്ളിന്റെയും അഡിക്റ്റായി. അല്ലാഹു കാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഉപ്പമാർ, രക്ഷിതാക്കൾ, ഈ ഒരു വിഷയത്തിൽ ഒന്ന് ജാഗ്രത, ഈ ഒരു വിഷയത്തിൽ നന്നായി ഒന്ന് ആലോചിച്ചില്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്കാണ് നമ്മുടെ നാട് നീങ്ങുന്നത്. അല്ലാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും വരാനിരിക്കുന്ന ശർറായ വിധിയിൽ നിന്നും അല്ലാഹു നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. എങ്ങനെയാണോ മരിച്ചത് അതുപോലെ അല്ലാഹു പുനർജനിപ്പിക്കുമെന്നാണ്. അപ്പോഴാണ് സ്വഹാബാക്കൾ ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങൾക്ക് അല്ലാഹുവിനെ കാണാൻ സാധിക്കുമോ നബിയെ? നാളെ അല്ലാഹുവിനെ കാണാൻ ഞങ്ങൾക്ക് പറ്റുമോ? നബി തങ്ങൾ പറഞ്ഞു, 14-ാം രാവിന്റെ ചന്ദ്രൻ, അന്ന് നിങ്ങൾക്ക് ചന്ദ്രനെ കാണാൻ പറ്റൂലേ? പറ്റും.
സൂര്യനെ കാണാൻ പറ്റുമോ? പറ്റും. അതേപോലെ നിങ്ങൾക്ക് അല്ലാഹുവിനെ നാളെ സ്വർഗീയ ലോകത്ത് കാണാൻ സാധിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവിനെ അല്ലാതെ മറ്റുള്ള ആളുകൾ ആരാധിച്ചവർ. അവരോട് ചോദ്യം വരെയില്ല, അവരെ നേരെ നരകത്തിലേക്ക്. പിന്നെ മുസ്ലിമീങ്ങളിൽ തന്നെ മുനാഫിഖീങ്ങളുണ്ട്, തോന്നിവാസികളുണ്ട്, തെമ്മാടികളുണ്ട്. അവരാണ് ഈ സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുന്നത്. സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുമ്പോ നബിതങ്ങൾ മാത്രമേ, പ്രവാചകന്മാർ മാത്രമേ വായ തുറക്കുകയുള്ളൂ. മറ്റുള്ളവരൊന്നും മിണ്ടുക പോലുമില്ല. പ്രവാചകന്മാർ മാത്രമാണ് വായ തുറക്കുന്നതിന്റെ. അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ അല്ലാ, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ അല്ലാ. നബിതങ്ങളുടെ സമുദായം സിറാത്ത് പാലത്തിലൂടെ കടന്നു വരുമ്പോ അതിന്റെ മറുതലയ്ക്കൽ ഇരുന്നു കൊണ്ട് നബിതങ്ങൾ ദുആ ചെയ്യുമത്രേ, അല്ലാഹുമ്മ സല്ലിം, അതെന്റെ സമുദായക്കാരനാണ് റബ്ബേ, അയാളെ രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ബക്കറ്റ് വരും നിങ്ങളുടെ അടുത്ത്. മാന്യമായ രീതിയിൽ എല്ലാവരും സഹകരിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിപാടിയുടെ ചെലവിലേക്ക് പ്രത്യേക പിരിവൊന്നും ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഈ ഷീറ്റും ഈ സൗണ്ട് സിസ്റ്റം, സ്റ്റേജ്, കസേര, ഇതിനൊക്കെ നല്ലൊരു ചെലവുണ്ട്. ചൂടെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫാനും നിങ്ങൾക്ക് സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യുക, നല്ലൊരു തുക, ഒരു 500 കഴിയുന്ന ആളുകൾ 500 തന്നെ ഇട്ട് കൊടുക്കുക. സമാപനാണല്ലോ, അവസാന ദിവസം. ബക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 10നെ കുറിച്ച് ആലോചിക്കണ്ട. ഇത് 10ന്റെ ബക്കറ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. ബക്കറ്റ് എന്ന് പറയുമ്പോൾ 10 ആലോചിക്കേണ്ട. റമദാനാണ്. എല്ലാ മാസങ്ങളിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു സംഭാവന ചെയ്യാം. കഴിയുന്ന ആളുകൾ 500, കഴിയുന്ന ആളുകൾ 500 ഇടുക. ഒരു 2000 കഴിയുമെങ്കിൽ 2000 ഇടുക. ഒരു മിനിമം 2000 500 എനിക്ക് കഴിയില്ല ഉസ്താദ്, എന്റെ കയ്യിലാകെ 100 അത് ഇട്ട് കൊടുക്കും. 100 ഒരു മിനിമം ഇട്ട് കൊടുക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 100 ഇട്ട് കൊടുക്കാൻ പറ്റാത്ത ആളുകൾ ഇവിടെ ഉണ്ടാവും. എനിക്ക് ഉണ്ടാവൂല എന്ന് ഞാൻ പറയൂല, അല്ലെ? 100 കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടാകും. അപ്പൊ അവർക്ക് കഴിയുന്ന ഒരു തുക, നിങ്ങൾക്ക് കഴിയുന്ന ഒരു തുക എത്രയായാലും. അപ്പോൾ ബക്കറ്റ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അടുത്ത് വരും. ഈ ഒരു ബക്കറ്റിൽ തന്നെ ഇതിനുള്ള ഒരു പരിഹാരം, അല്ലെ? 2.5 ലക്ഷത്തോളം ചെലവ് മൊത്തത്തിൽ. ആ ഒരു ചെലവ് ഇന്നലെ ഇന്നും മിനിഞ്ഞാന്നൊക്കെ ആയി. ഇനി ഇന്ന് സമാപനമാണ്. ആ ബക്കറ്റിൽ തന്നെ നമ്മൾക്ക് കിട്ടിയാൽ അൽഹംദുലില്ലാഹ് റാഹത്താണ്. കഴിഞ്ഞ പ്രാവശ്യം 25,000 രൂപ കടമുണ്ടായിന്ന് പറഞ്ഞു. 75,000 രൂപ ഉണ്ടായിരുന്നു. ഇതിന്റെ സംഘാടകർ തന്നെ ഏറ്റെടുത്തു. 10,000, 15,000, 5,000 ഒക്കെ ഏറ്റെടുത്ത്, എന്നിട്ട് 25,000 കടം ബാധ്യതയെ ബാക്കിയായി. ഇന്ന് ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാവരുത്. ഇൻഷാ അല്ലാഹ് സഹായിക്കുക. നിങ്ങളോട് ചോദിക്കുന്നില്ല 1000 കൊടുക്കാൻ പറ്റുന്ന ആൾ ആരെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റുമെന്നൊന്നും ചോദിക്കുന്നില്ല. കൈ പൊക്കാൻ മടിയുള്ള ആളുണ്ടാകും, പിന്നെ കൈ പൊക്കുന്ന ആളുകളുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ കൈ പൊക്കണ്ട. നിങ്ങൾ 1000 കൊടുക്കാൻ പറ്റുന്ന ആളുകൾ 1000 രൂപ ആ ബക്കറ്റിലിട്ട് സഹകരിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റഹ്മുർ-റഹീമായ റബ്ബ് നമ്മുടെ സ്വതക്ക കാരണം ഈമാൻ സലാമത്തായി മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സ്വതക്ക കാരണം അല്ലാഹു അപകടങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ സ്വതക്ക കാരണം ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗ്ഗം അല്ലാഹു നൽകട്ടെ. നമ്മുടെ സ്വതക്ക കാരണം ഖബറിടം അല്ലാഹു വിശാലമാക്കി പ്രകാശപൂരിതമാക്കി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്വതക്ക കാരണം മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാക്കട്ടെ. സ്വതക്ക കാരണം മരണം വരെ അഭിമാനത്തോടെ ഇസ്സത്തോടെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ട് ബക്കറ്റിൽ ഇട്ട് കൊടുക്കുക. തുടങ്ങിക്കോളെ. അപ്പോ വസദക്കൽ മുർസലൂൻ, പ്രവാചകന്മാർ പറഞ്ഞത് സത്യമാണ്. അങ്ങനെ തിന്മ ചെയ്ത ആളുകൾ നരകത്തിലേക്ക് വീഴും, നല്ലവരായ ആളുകളൊക്കെ സ്വർഗ്ഗത്തിലേക്ക് പോവാൻ. അവസാനമായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫകുല്ലു ബനി ആദമ തഅകുലുഹുൻ നാർ. മനുഷ്യനെ തീ ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും, മനുഷ്യനെ തീ തിന്നുകൊണ്ടേയിരിക്കും. ഇല്ലാ അഥറ സുജൂദ്, സുജൂദ് ചെയ്ത സ്ഥലം ഒഴികെ. നെറ്റിത്തടം തീ തിന്നൂല. എവിടെ? നരകത്തിൽ കിടന്നിങ്ങനെ വെന്തുരുകുമ്പോ നെറ്റിത്തടത്തിലേക്ക് എന്തുണ്ടാവൂല. എത്ര കത്തിയാലും എത്ര കരിഞ്ഞാലും ഇവിടേക്ക് തീ തട്ടൂല. സുജൂദ് അള്ളാഹുവിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിന്നാൻ അള്ളാഹു നരകത്തിന് അനുവാദം കൊടുത്തിട്ടില്ല. അങ്ങനെ എല്ലാവരെയും അള്ളാഹു നരകത്തിലിട്ടു. തിന്മ ചെയ്ത ആളുകളൊക്കെ നരകത്തിലിട്ടു. അതിനനുസരിച്ച് പല ആളുകൾ പല രീതിയിലുള്ള തെറ്റ് ചെയ്ത ആളുകളാണ്. അതിനനുസരിച്ച് അവരുടെ ശിക്ഷ അവരനുഭവിക്കും. എന്നിട്ട് അവസാനമായി നരകത്തിൽ നിന്നൊരാൾ അള്ളാഹു പുറത്തു കൊണ്ടുവരാൻ. എല്ലാ അള്ളാഹുവിനെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ എല്ലാവരും സ്വർഗ്ഗത്തിലെത്തും. എല്ലാവരും സ്വർഗ്ഗത്തിലെത്തി. എപ്പോ? അതിനുള്ള ശിക്ഷകളൊക്കെ അനുഭവിച്ച ശേഷം എത്തും. അവസാനമായി ആരെയാണ് അള്ളാഹു നരകത്തിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുവരുന്നത്? ഏറ്റവും വലിയ തെമ്മാടിയായിരിക്കും. പക്ഷെ അയാൾ മുസ്ലിമാണ്, പക്ഷെ ഏറ്റവും വലിയ തെമ്മാടിയാണ്. അയാളെ ആയിരിക്കും അവസാനമായി കൊണ്ടുവരിക.
എന്നിട്ടോ വഹുവ ആഖിറു അഹ്ലിന്നാരി ദുഖൂലുൽ ജന്ന, നരകത്തിൽ നിന്ന് അയാളെ പുറത്തേക്ക് കൊണ്ടുവന്ന് അയാളുടെ ശരീരമാകെ കരിഞ്ഞിട്ടുണ്ട്, അയാളുടെ ശരീരമാകെ കറുത്തുപോയിട്ടുണ്ട്. അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവേ ഇസ്രിഫ് വജ്ഹി അനിന്നാർ, നരകത്തിനെ നോക്കി നരകത്തിൽ നിന്ന് പുറത്തെത്തി നരകം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അള്ളാഹുവിനോട് പറയുന്നത്, റബ്ബേ എന്റെ മുഖത്ത് നീ ഒന്ന് നരകത്തിൽ നിന്ന് മാറ്റി നിർത്തുമോ, നരകത്തിൽ നിന്ന് മാറ്റി നിർത്തുമോ അല്ലാ, നരകം കാണാതെ എന്നെ നീ രക്ഷപ്പെടുത്തുമോ. ഖദ് ഖശബനി റീഹുഹാ, അതിന്റെ തീ എന്നെ ആകെ പിച്ചി ചീന്തിയിട്ടുണ്ട് റബ്ബേ. അപ്പോഴാണ് അള്ളാഹു ചോദിക്കുന്നത്, ഞാൻ നിന്നെ നരകത്തിന്റെ ഭാഗത്ത് നിന്ന് മാറ്റി നിർത്തിയാൽ വേറെ ഒരു കാര്യം നീ എന്നോട് ചോദിക്കാൻ പാടില്ല, ചോദിക്കുമോ? ഞാൻ നിന്നെ നരകത്തിന്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്താം, പക്ഷേ വേറെ ഒരു കാര്യം നീ എന്നോട് ചോദിക്കാൻ പാടില്ല. അപ്പൊ അയാൾ പറയാൻ, അല്ലാഹുവേ നീയാണ് സത്യം, ഞാൻ വേറെ ഒന്നും ചോദിക്കൂല. അപ്പൊ അല്ലാഹു തആല നരകത്തിന്റെ അടുത്ത് നിന്ന് മാറ്റി അവനെ സ്വർഗത്തിന്റെ ഭാഗത്തേക്ക് തിരിച്ചു കൊടുക്കും. കുറെ നേരം സ്വർഗം ഇങ്ങനെ അയാൾ നോക്കിയിരിക്കും, സ്വർഗം ഇങ്ങനെ നോക്കിയിരിക്കും. കുറെ നേരം സ്വർഗം ഇങ്ങനെ നോക്കിയിരിക്കും. അത് കഴിഞ്ഞാലോ പിന്നെ അയാൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ട് അള്ളാഹുവിനോട് പറയും, അല്ലാഹുവേ 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 എന്നെ ഒന്ന് സ്വർഗത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമോ നീ? ഞാൻ നിന്നോട് ഒന്നും ചോദിക്കൂല എന്ന് വാക്ക് നൽകിയിട്ടുണ്ട്, എന്നാലും നീ എന്നെ പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. യാ റബ്ബി ഖദ്ദിംനി ഇൻദ ബാബിൽ ജന്ന, ഒന്ന് സ്വർഗത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം അല്ലാഹ്. അല്ലാഹു ചോദിക്കും, നീയല്ലേ പറഞ്ഞൊന്നും ചോദിക്കൂല? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും നീ എന്നെ ജനങ്ങളിൽ ഏറ്റവും മോശക്കാരനാക്കരുത് റബ്ബേ. അപ്പൊ അല്ലാഹു ചോദിക്കുകയാണ്, ഇത് ഞാൻ നൽകാം, ഇനി ഒരു കാര്യം നീ ചോദിക്കാൻ പാടില്ല. ചോദിക്കോ? ഇല്ല റബ്ബേ, ഇത് മതി, ഇനി ഞാൻ ചോദിക്കൂല. സ്വർഗത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോഴാണ് അയാൾക്ക് സ്വർഗത്തിന്റെ അകത്തലങ്ങളിലുള്ള ആനന്ദങ്ങളും ഒച്ചപ്പാടും സന്തോഷവും ആഘോഷങ്ങളും കാണുന്നത്. യാ അല്ലാഹ്, ഒന്നവിടെ എത്തിപ്പെട്ടിരുന്നെങ്കിൽ എന്ന് കൊതിച്ച് ഒരുപാട് സമയം കാത്തിരിക്കും. അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ചോദിക്കൂല എന്ന്. എങ്ങനെയാ ചോദിക്കുക? രണ്ടോട്ടായില്ലേ? എന്നാ പിന്നെ നിയന്ത്രണം വിട്ട് വീണ്ടും ചോദിക്കുകയാണ്, യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹുവേ എന്നെ ഒന്ന് അകത്തേക്ക് കടത്തുമോ? അദ്ഖിൽനിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ അകത്തേക്ക് എന്നെ കൊണ്ടുപോകുമോ അല്ലാഹ്? അല്ലാഹു ചോദിച്ചു, അലൈസ ഖദ അഅതൈതൽ അഹ്ദ വൽ മീസാഖ്, നിങ്ങളല്ലേ വാക്ക് തന്നത്, നിങ്ങളല്ലേ വാക്ക് തന്നത് ഞാൻ ചോദിക്കൂല എന്ന്. ഞാൻ വാക്ക് തന്നിട്ടുണ്ട് റബ്ബേ, എന്നാലും നീ എന്നെ പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. ഫയദ്ഹഖുല്ലാഹ്, അല്ലാഹു ചിരിക്കുകയാണ് ഇയാളുടെ വാക്ക് കേട്ടിട്ട്. എന്നിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇയാളെ സ്വർഗ്ഗത്തിന്റെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇയാളോട് പറഞ്ഞു, നിനക്ക് എന്താണ് സ്വർഗ്ഗത്തിൽ നിന്ന് വേണ്ടത്? വേണ്ടതൊക്കെ നീ കൊതിച്ചോളൂ, വേണ്ടതൊക്കെ നീ ആഗ്രഹിച്ചോളൂ, നിനക്ക് വേണ്ടത് ഞാൻ തരാം. ആളിങ്ങനെ കൊതിക്കാൻ തുടങ്ങി. നല്ല ഒരു വീട്, ഭാര്യ, മക്കൾ, സ്വർഗീയ അപ്സരസുകൾ, സുഖങ്ങൾ, ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയ ആള്. എന്നിട്ട് അല്ലാഹു ഇതൊക്കെ എനിക്ക് വേണം, ഇത് മാത്രം മതിയോ? നിനക്ക് വണ്ടി വേണ്ടേ? നിനക്ക് സുഖങ്ങൾ വേണ്ടേ? നിനക്ക് അത് വേണ്ടേ എന്നൊക്കെ അല്ലാഹു തിരിച്ചു ചോദിക്കാം. അതുണ്ടല്ലോ, അതും വേണം. അല്ലാഹു ഓരോന്നോരോന്ന് ഓർമ്മപ്പെടുത്തി. നിനക്കത് വേണ്ടേ? എന്താ സ്വർഗത്തിന്റെ അവസ്ഥ? എന്താണ് സ്വർഗത്തിൽ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ അവൻ ഓരോന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് അവനോട്, ഓരോ കാര്യങ്ങൾ. എന്നിട്ട് അവൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവസാനം അല്ലാഹു പറയാൻ, നീ ആഗ്രഹിച്ചില്ലേ, അതിന്റെ 10 ഇരട്ടി ഞാൻ നിനക്ക് സ്വർഗത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആർക്കാ? നരകത്തിൽ നിന്ന് അവസാനമായി സ്വർഗത്തിലെത്തുന്ന ആളുകൾക്ക് അവൻ ആഗ്രഹിച്ചതിന്റെ 10 ഇരട്ടി. അവൻ എന്ത് വേണമെങ്കിലും അവൻ ആഗ്രഹിക്കാം, എന്തു വേണമെങ്കിലും അവൻ ആഗ്രഹിക്കാം. അതിന്റെ 10 ഇരട്ടി ഞാൻ നിനക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു അയാളോട് പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഇങ്ങനെ ഇവരിൽ പെടാൻ വേണ്ടി ദുആ ചെയ്യണ്ട. അല്ലാഹുവേ അവസാനത്തിൽ സ്വർഗത്തിലെത്തുന്ന ആളിൽ എന്നെ ഉൾപ്പെടുത്തണം, അങ്ങനെ ദുആ ചെയ്യണ്ട. ഒരു സെക്കൻഡെങ്കിലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം എനിക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹു നൽകട്ടെ. അതാണ് റമദാനിൽ അധികരിപ്പിക്കാൻ പറഞ്ഞത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ അല്ലാഹുവേ, നീ ഞങ്ങൾക്കൊരു സെക്കൻഡ് പോലും നരകം നൽകാതെ, നരകത്തിൽ കടക്കാതെ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ ആളുകൾക്കും